ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് മൊത്തം കഷ്ടകാലമാണ്. അതിനി എന്താണ്, ആൾക്കാരുടെ ദോഷമാണോ അതോ ഇനി അവിടെ വന്ന കാറിന്റെ ദോഷമാണോ എന്നാണ് നമ്മുടെ ദേവിയുടെ സംശയം. അപ്പൊ ദേവിയുടെ സംശയം മാത്രമല്ല, ദേവി അതങ്ങോട്ട് എല്ലാവരെയും പറഞ്ഞങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണ്. ആ കാറ് വന്നതിൽ പിന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ ദോഷങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പം ഒരുപക്ഷെ ആരിനും ഇത്രയും ചിന്തിക്കും, അല്ല ആരിനും ഇത്രയും ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവരും ചിന്തിക്കുകയാണ്, ഇനിയിപ്പം കാറ് വന്നതിന് ശേഷമാണോ അവർക്ക് ഈ ദോഷം വരാൻ കാരണം എന്ന് അവര് ചിന്തിക്കുവോ? ഏതായാലും ചെറിയ രീതിയിൽ തന്നെ ചിന്തിക്കുന്നൊക്കെയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലം വരുമ്പം അത് മാറാൻ വേണ്ടി എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കും. വിശ്വാസത്തെ കൂട്ടുപിടിക്കും. അങ്ങനെയൊക്കെ ഉള്ളതാണ്. വിശ്വാസം ഒരിക്കലും തെറ്റാണെന്നല്ല പറയുന്നത്, എങ്കിലും വിശ്വാസം ഉണ്ട്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവി പറയൂ, അമ്മേ എനിക്ക് വല്ലാത്ത സംശയം, ആ കാറ് വന്നതിൽ പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. ദേ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നതേ ഉള്ള കാര്യം തന്നെയാ. ഇനിയിപ്പം ആ കാറ് വന്നതിന്റെ പേരിലാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത് എങ്കിൽ ആ കാറിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ ഈ ദേവമംഗലത്ത് ആ കാറ് കിടക്കുന്നത് പ്രശ്നമാണെങ്കിൽ ആ കാർ ഇവിടെ നിന്ന് മാറ്റേണ്ടേ? ബാലച്ചന് ഇതുപോലെ ദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് ഞാൻ കണ്ടിട്ടില്ലമ്മേ. അതുകൊണ്ട് പറയാ, എത്രയും പെട്ടെന്ന് ആ കാർ ഇവിടെ നിന്ന് മാറ്റണ തന്നെ ആയിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പല ദോഷങ്ങളും വരാൻ വഴിയുണ്ട്. ഞാൻ ഈ പറയുന്നത് ഒരു ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാൻ വേണ്ടിയൊന്നുമല്ല, കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ദേ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തേ ഇങ്ങനെ ഇതേപടി ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ അത് കാറല്ല, വേറെ എന്താണ്ടൊക്കെയാന്നേ ഉള്ളൂ. ഇതിപ്പം കാറിന്റെ രൂപത്തിൽ വരുന്നു. അതുകൊണ്ട് ഞാനേ കുശുമ്പും അസൂയയും കൊണ്ടൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുമ്പോൾ ഓർക്കും കുശുമ്പും അസൂയയും കൊണ്ടൊക്കെയാ പറയുന്നതെന്ന്. പക്ഷെ വന്ന ഉടനെ ഞാൻ പറഞ്ഞതല്ലേ എന്തോ പന്തികേടുണ്ടെന്ന്. ഇപ്പൊ അതുപോലെയല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മൊത്തത്തിൽ പ്രശ്നം. ആര്യന് പ്രശ്നം, മിത്രയ്ക്ക് പ്രശ്നം. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അത് വേറൊരു പ്രശ്നം. ഇപ്പം ദേ അച്ഛൻ വീണിരിക്കുന്നു, അതൊരു പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങൾ തുരുതുരാ ദേവമംഗലത്ത് വരികയാണെങ്കിലേ അറിയാലോ, ദേ ആകെപ്പാടെ തകിടം മറിയും. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതിന്റെ കൂടെ തന്നെ ദേ ആ കാറ് ഇവിടെ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദേവമംഗലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ ദേവി പറഞ്ഞതാണേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേവി പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ആണെങ്കിൽ എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ ഈ കാറും കൊണ്ടാണോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്? ദേവി മോള് പറഞ്ഞതുപോലെ ഇനിയിപ്പം മീനാക്ഷിയുടെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനത്തെ ചീപ്പ് പരിപാടിയൊന്നും ചെയ്യില്ലായിരിക്കും. എന്താണെങ്കിലും എൻ്റെ ബാലേട്ടൻ്റെ കാര്യം കഷ്ടത്തിലാണല്ലോ. എൻ്റെ ഭഗവതി കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിക്ക് ഭയങ്കര ടെൻഷനും പരവേശവും വെപ്രാളവും ഒക്കെയാണ് കേട്ടോ. ഗോമതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഗോമതിയുടെ ലോകം എന്ന് പറയുന്നത് ബാലനാണ്. ബാലനും ദേവമംഗലവും മക്കളും മാത്രമാണ് നമ്മുടെ ഗോമതിയുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ലോകത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസമാധാനം കിട്ടുമോ ഗോമതിക്ക്? അപ്പൊ അതുകൊണ്ടാണ് ഗോമതി അത്രയധികം എന്താ പറയാ പ്രശ്നമായിട്ട് എടുക്കുകയും ഇങ്ങനെ വെപ്രാളം ഒക്കെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലോകത്ത് വേറെ ആർക്കും ഭർത്താവില്ലേ എന്ന് ചിന്തിച്ചു പോകും നമ്മൾ ഈ ഗോമതിനെ കാണുമ്പോൾ. അത് വേറെ കാര്യം. എന്തായാലും കഥയിൽ ചോദ്യമില്ല, കഥയാണ്. അത് നമ്മൾ ആസ്വദിക്കുക, അതേ രീതിയിൽ എടുക്കുക. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷി കയറി വരികയാണ്. മീനാക്ഷി കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനുണ്ടോ? അയ്യോ, പിന്നെ ദേവി സമാധാനം കൊടുക്കുന്നില്ല. ദേവി പറയാ, അതേ മീനാക്ഷി നീ അറിഞ്ഞോ, ദേ അച്ഛൻ ഇന്ന് വീണു. അച്ഛൻ വീണെന്നോ? എന്താ എടുത്തി പറയുന്നത്? അച്ഛൻ വീണെന്ന്. എന്ത് ചെയ്യാനാ, ഓരോ കഷ്ടകാലം വരുന്ന വരവേ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലവർക്ക് നല്ല കാലം, അത് ചിലവർക്ക് കഷ്ടകാലം. നിങ്ങക്ക് കാറും അച്ഛനും അമ്മയും ഒക്കെ കിട്ടിയില്ലോ. പക്ഷെ എന്ത് ചെയ്യാനാ, പാവം ബാലച്ഛന്റെ ഗതിയാണല്ലോ അതോ ഗതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അപ്പൊ മീനാക്ഷി ചോദിച്ചു, അല്ല എന്താ ഈ ഏടത്തി വളഞ്ഞു മൂക്കി പിടിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറ. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിച്ചാലൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ.
അതെ മീനാക്ഷി, മുഖത്ത് നോക്കി ഞാനങ്ങ് പറയാ, ഒന്നും നീ വിചാരിക്കരുതേ. ദേ, നിന്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെ കണ്ടാ മതി. നിന്റെ ഏടത്തിയാണല്ലോ. അപ്പൊ ആ ഒരു സ്ഥാനത്ത് ഞാൻ തരുന്നൊരു ഉപദേശമാണെന്ന് കരുതിയാ മതി. ദേ, നിന്റെ അച്ഛനും അമ്മയും കൊടുത്തു വിട്ട ആ വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി ഇവിടെ നിന്ന് എടുത്തു മാറ്റിയില്ലേ പ്രശ്നമാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി ചോദിച്ചു, എന്ത് പ്രശ്നം? ഇപ്പൊ ആ വണ്ടി കൊണ്ടുവന്നതിന് എന്താ ഏടത്തി പ്രശ്നം ഇരിക്കുന്നത്? ആ വണ്ടിയാണല്ലോ പ്രശ്നം. ആ വണ്ടി വന്നതിൽ പിന്നെ ഈ വീട്ടിൽ ഒരു സമാധാനവും ഇല്ല. ബാലച്ചന് സമാധാനവും ഇല്ല, അമ്മയ്ക്ക് സമാധാനവും ഇല്ല. ദേ, ആകാശിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആകാശ് ഇപ്പം നിലത്തൊന്നും അല്ല, ആകാശത്ത് തന്നെ ഇപ്പൊ ആകാശം നിൽക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ എന്തേ ഈ ദുരന്തവും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതിന് എന്ത് ദുരന്തം സംഭവിച്ചെന്നാ പറഞ്ഞത്? ബാലച്ചൻ വീണതുമായിട്ട് ആ കാറിന് എന്താ ബന്ധം ഇരിക്കുന്നത്? ദേ, ദേവിയടത്തെ മുഖത്ത് നോക്കിയൊക്കെ പറയുന്നൊക്കെ കൊള്ളാം. പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ ഈ മീനാക്ഷി അംഗീകരിക്കും, ഇല്ലെങ്കിൽ ഈ മീനാക്ഷിക്ക് അതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല. ഓരോ അന്ധവിശ്വാസമായിട്ട് വന്നേക്കാം. ആ കാർ എന്ത് പഴിച്ചെന്നാ ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്റെ അച്ഛനും അമ്മയും എന്ത് പഴിച്ചെന്നാ ഏടത്തി ഈ പറയുന്നത്? ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് കൂടിപ്പോയി. പിന്നെ എല്ലാവർക്കും എന്നെ കണ്ണിന് കണ്ടൂടാ. ഒരു കാര്യം ഞാൻ പറയാലോ. ദേ മീനാക്ഷി, ഈ കാറ് വരുന്നതിന് മുമ്പും മീനാക്ഷി വീട്ടിൽ പോകുന്നതിന് മുമ്പും ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിച്ചിരുന്നതല്ലേ എല്ലാവരും? എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും വഴക്ക് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങൾ പെരുമഴ പോലെ വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നമില്ലായ്മ എന്നൊക്കെ. അതുകൊണ്ട് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ നമ്മുടെ മീനാക്ഷിയോട് ദേവി പറഞ്ഞിട്ട് അങ്ങ് പോയി. മീനാക്ഷിക്ക് അങ്ങ് മുഖത്തടിച്ച പോലെ ആയിപ്പോയിട്ടോ. ഏതായാലും കുറച്ചൊക്കെ നമ്മുടെ ഗോമതിക്കും തോന്നുകയാണ് ഈ കാറ് വന്നത് തന്നെയാണ് പ്രശ്നം എന്ന്. അപ്പോഴത്തേക്കാണ് നമ്മുടെ മീനാക്ഷി നേരെ ബാലന്റെ അടുത്തേക്ക് പോയതും അച്ഛ എന്താ അച്ഛ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് പിന്നെ ഇതാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ പറയുകയും അപ്പം ഗോമതി വരികയും ഗോമതിയും മീനാക്ഷിയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ മോളെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാലൻ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയി, അതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അച്ഛ എന്നൊക്കെ നമ്മുടെ മീനാക്ഷി സുഖവിവരങ്ങളൊക്കെ തിരക്കിയിട്ട് വെളിയിൽ ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഗോമതി അവിടെ ഉണ്ട്. ഗോമതിയോട് പറയാണ്, വന്ന ഉടനെ തന്നെ ദേവിയടുത്ത് എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ അമ്മേ? ഈ കാർ ഇവിടുന്ന് മാറ്റണമെന്ന്. ഈ കാറും ബാലച്ചൻ വീണതും തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗോമതി എടുത്ത വായില് പറയാണ്, അത് പിന്നെ മോളെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് കാർ ഇവിടുന്ന് മാറ്റുന്നത് തന്നെയല്ലേ നല്ലതെന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അല്ല മോളെ, ഞാന് ആ കാർ ഇവിടെ കിടക്കുന്ന ഇഷ്ടക്കേട് കൊണ്ടൊന്നും അല്ല പറയുന്നത്. ആ കാർ ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും മനസ്സമാധാനക്കുറവാണെങ്കിൽ അതിവിടുന്ന് മാറ്റുന്നതല്ല മോലെ നല്ലത് എന്ന് പറയാ. മീനാക്ഷിക്ക് ആകെപ്പാടെ ദേഷ്യമാവാണ് കേട്ടോ. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. മീനാക്ഷിയുടെ കാർ വീട്ടിൽ തിരിച്ചു കൊണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനും അമ്മയ്ക്ക് വിഷമാകും, അതും ശരിയാണ്. പക്ഷെ ഇവിടെ ഗോമതിക്കും നമ്മുടെ ബാലനും വിഷമമുണ്ട്. മീനാക്ഷി ചെകുത്താനും കടലിനും നടക്കാന്ന് പറയുന്നതാണ് സത്യം. ആകാശാണെങ്കിൽ ആ കാർ അവിടെ നിന്നെടുത്ത് മാറ്റാനും സമ്മതിക്കുന്നില്ല, അത് വേറൊരു സത്യം. ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ മിത്രയും അതുപോലെ ആര്യനും തമ്മിലുള്ള പ്രശ്നവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മിത്ര പറയാണ്, എന്തൊക്കെയോ ഈ വീട്ടിൽ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് അമ്പലത്തിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു ജോത്സ്യനെ കൊണ്ട് നോക്കിക്കുന്നത് നല്ലതായിരിക്കും. മൊത്തം പ്രശ്നമാണല്ലോ ആര്യ എന്നൊക്കെ പറഞ്ഞ് ആര്യനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആര്യനും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പ്രശ്നം നമ്മുടെ ദേവമംഗലത്ത് നടക്കുന്നുണ്ടെന്ന് ഒരു ഇത് മനസ്സിലാകുകയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ ബാലൻ വീണ്ടും വീഴാൻ തുടങ്ങുകയാണ്. നമ്മുടെ ബാലനാണെങ്കിൽ എറണക്കേടിന് എണീക്കുകയും അവിടുന്ന് വീണ്ടും വീഴാൻ തുടങ്ങുകയും പെട്ടെന്ന് ആര്യം കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നടുകുത്തി അവിടെ നമ്മുടെ ബാലൻ വീണേനെ. അത് ധർമ്മൻ പറയുന്നുണ്ട് കേട്ടോ, എന്റെ പൊന്ന് അളിയനൊന്ന് മര്യാദയ്ക്ക് അവിടെ കിടക്ക്. അളിയൻ എന്തിനാ ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്? ഏതിനേലും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പറയത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ കിടന്നു പോയല്ലോ എൻ്റെ ഈശ്വര, ഇങ്ങനെ കിടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആര്യനും പറയുന്നുണ്ട്, അച്ഛാ കിടക്കേണ്ട ഒരിത് വന്നിട്ടുണ്ടെങ്കിൽ കിടക്കും, അപ്പൊ ഞങ്ങളുണ്ടല്ലോ നോക്കാൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലനൊരു ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ആകാശന് ഇതൊന്നും വലിയ മീച്ചൊന്നും അല്ല. ആകാശ് ഇപ്പം ആകാശത്ത് നിൽക്കുകയാണ്. ഇനി എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മറക്കരുത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് ഒരു അടിപൊളി വിശേഷവുമായിട്ട് കാണാമേ.